ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വി ഹീറോ ക്ലാസ് 1 എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ സിയോക്കാണെങ്കിൽ സിയോണിനെയും സുഹോനെയൊക്കെ വിട്ടിട്ട് അവൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ആ റാഗൊക്കെ ചെയ്യുന്ന പയ്യന്മാരുടെ കൂടെ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്മാരുടെ കൂടെ ഡ്രിങ്ക് ചെയ്യാനൊക്കെ പോയിട്ടുള്ളതായിരുന്നു ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ അവൻ കഴിഞ്ഞ ദിവസം നൈറ്റ് ഒത്തിരി ഡ്രിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സിലെത്തുന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. അതായത് ഒരുവിധം പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ എത്തുന്നത്. അങ്ങനെ അവൻ ഒരുമാതിരി ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും സിയൂണാണെങ്കിൽ എന്ത് പറ്റി, നീ കഴിഞ്ഞ ദിവസം ഡ്രിങ്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സിയൂണിന് മറുപടി കൊടുക്കുന്നില്ല. ആ സമയം തന്നെ അവനാണെങ്കിൽ എഴുന്നേറ്റ് പോയിട്ട് അവൻ ഇപ്പോൾ ഫ്രണ്ട്സായ ആ ഒരു പയ്യന്മാരോട് ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം സിയൂണാണെങ്കിൽ ഇവനിലുള്ള ഈ മാറ്റമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത് വേറൊരു പീരീഡിന് സിയൂണും സുഹോയും ഒരു ടീമായിരുന്നു. അവരങ്ങനെ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന ടൈമിന് സുഹോ ആണെങ്കിൽ അവൻ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിയോക്ക് നേരത്തെ എത്തിയെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം സുഹോ ഞാൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് തന്നെയാണ് സിയോക്ക് ആ ഒരു പയ്യന്മാരുടെ കൂടെ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുന്നത്. ആ സമയം സിയൂണിനും സുഹോയ്ക്കും ഇവനെന്ത് എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ സിയൂൺ എഴുന്നേറ്റ് പോയിട്ട് സിയോക്കിനോട് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പുറത്തേക്ക് വരാനായിട്ട് പറയാണ്. അങ്ങനെ ഒരു പുറത്തേക്ക് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് സിയൂണാണെങ്കിൽ നിനക്ക് എന്താണ് പറ്റിയത്, നീ ഇപ്പോൾ പെട്ടെന്ന് എന്താണ് അവരുമായിട്ട് ഫ്രണ്ട്സ് ആയത്, ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ ഒന്നുമില്ല, അത് നീ അന്വേഷിക്കേണ്ട കാര്യവുമില്ല. സുഹോ എന്നെ ഒരിക്കൽ പോലും ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ല, അവനെന്നെ ജസ്റ്റ് യൂസ് ചെയ്യുമായിരുന്നു, അവനൊരു രാജാവാണെന്ന് അവൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് സുഹോനെ പറ്റി മോശം പറയുന്നുണ്ട്. എന്നാൽ ആ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ട് പിറകെ സുഹോ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സുഹോനെ ശ്രദ്ധിക്കുന്നതും സിയോക്കാണെങ്കിൽ മിണ്ടാതെ അങ്ങ് നിൽക്കുന്നുണ്ട്. ആ സമയം സുഹോ ഞാനില്ലെന്ന് എഴുതിയിട്ട് എന്നെക്കുറിച്ച് മോശം പറയുവാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം സിയോക്കാണെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ആകുമ്പോഴത്തേക്കും സിയോക്കും ഇപ്പോൾ ഫ്രണ്ട്സായിട്ടുള്ള ആ പയ്യന്മാരും കൂടെ ആയിട്ട് ക്ലബിലേക്ക് പോകുന്നതാണ്. അവിടെ ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഓൾറെഡി യോങ്ബിനും പിന്നെ അവൻ്റെ പുതിയൊരു ഫ്രണ്ടായിട്ടുള്ള വൂയോങ്ങും ഇരിപ്പുണ്ടായിരുന്നു. യോങ്ബിനാണെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നതിന് മുമ്പ് അവൻ ഫ്രണ്ട്സായിട്ടിരുന്ന ആ പയ്യന്മാരുമായിട്ടാണ് ഇപ്പം സിയോക്ക് ഫ്രണ്ടായിരിക്കുന്നത്. പിന്നെ യോങ്ബിനാണെങ്കിൽ സിയോക്ക് ഫസ്റ്റ് വന്ന സമയത്ത് അവനെ കൊണ്ട് സിയൂണിൻ്റെ കഴുത്തിൽ ഡ്രഗ്സൊക്കെ ഒട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവരെല്ലാവരും ഒരു ടീമായതുകൊണ്ട് തന്നെ സിയോക്കിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതിന് സോറി ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫ്രണ്ട്സായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം തന്നെ സുഹോയിനെ കുറിച്ച് കുറച്ച് കുറ്റമൊക്കെ പറയുന്നുണ്ട്. സുഹോയിനൊന്ന് അടിക്കാൻ പറ്റിയാൽ കൊള്ളാറുണ്ടെന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. അതേ ടൈമിന് അവൻ്റെ ഒരു പുതിയ ഫ്രണ്ടായ വോയോങ്ങിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആളൊരു ബോക്സറാണെന്നൊക്കെ പറയാം. അടുത്ത് സിയൂണിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അക്കാഡമിയിലിരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവൻ ഇറങ്ങി വരുന്ന സമയത്ത് സുഹോ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സുഹോ വന്നിട്ട് ഇന്ന് ഫ്രൈഡേ അല്ലേ വാന്നൊക്കെ ഫുൾ കറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് അവനെയും കൊണ്ട് അങ്ങ് കറങ്ങാനായിട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ കറങ്ങാനായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നത്, നേരെ അവനെയും കൊണ്ട് ചെന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. സുഹോ ഇപ്പോഴും അവൻ്റെ പാർട്ട് ടൈം വർക്കിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തുന്നതും ഒരു ഫുഡിൻ്റെ പൊതി എടുത്ത് കൊടുത്തിട്ട് ഇത് റൂം നമ്പർ 901 കൊടുക്ക്, ഞാനിപ്പോഴും എൻ്റെ ജോലിയിലാണ്, ആ സമയം കൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് ഈ ഫുഡ് ഡെലിവറി ചെയ്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണ് എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാനാണോ നീ എന്നെ കൊണ്ടുവന്നേന്ന് ചോദിക്കുമ്പോൾ സുഹോ ഞാനങ്ങനെ ചെയ്യുമോ, ഒരിക്കലും ഇല്ല, അത് പിന്നെ ഇത്രയും സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നിനക്ക് എക്സസൈസ് ആവുമല്ലോ, നിന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് സുഹോ ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് ഡെലിവറി ചെയ്യാനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇവരൊരു സ്ഥലത്ത് വന്നിരുന്ന് ഡ്രിങ്ക്സൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. സിയൂണ സമയം ബോങ്കി ഇപ്പം എങ്ങനെയാണ് നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് സിയോക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ സമയം സിയൂണാണെങ്കിൽ കണ്ടിട്ട് ആ പയ്യന്മാർ സിയോക്കിനെ ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. സിയോക്കാണ് അവർക്കുള്ള എല്ലാ സാധനങ്ങൾക്കുള്ള പൈസ കൊടുക്കുന്നത്, അവരാണെങ്കിൽ അവനെ ഉപയോഗിക്കുന്നത് അവൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹോ പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല, അവനായിട്ട് അവരുടെ കൂടെ ചേർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അവൻ ആദ്യം തൊട്ടേ അതാണ് വേണ്ടതെന്നും അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോ നിനക്കങ്ങനെ തോന്നുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അവൻ സാധ്യത ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം അടുത്ത ദിവസം സ്കൂളിൽ ഇൻ്റർവെൽ ടൈമിന് സിയോക്കും അവൻ്റെ കൂടെ നടക്കുന്ന ഇപ്പോൾ ഉള്ള പയ്യന്മാരെല്ലാവരും കൂടെ ഇട്ട് സ്മോക്ക് ചെയ്തുകൊണ്ട് ഏതൊക്കെയോ പെൺപിള്ളേരെ പറ്റി സംസാരിക്കുകയും അവൾക്ക് മെസ്സേജ് അയക്കാനും അവളെ വിളിക്കാനും അവളെ ഇന്ന് അങ്ങോട്ട് വരാൻ പറയാനൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും സിയോക്കാണെങ്കിൽ സിയൂണിൻ്റെ അടുത്തുനിന്ന് അവൻ്റെ സീറ്റ് മാറ്റിയിട്ട് അവനാണെങ്കിൽ ചെന്ന് ആ പയ്യന്മാരുടെ അടുത്തായിട്ടുള്ളൊരു സീറ്റ് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സിയൂൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ സിയോക്കിൻ്റെ കൂടെ നടക്കുന്ന ആ പയ്യന്മാരിൽ, അതായത് നേരത്തെ യോങ്ബിനിൻ്റെ ഫ്രണ്ട്സായിട്ടിരുന്ന ആ 2 പയ്യന്മാർ, അവന്മാരെ വിളിച്ച് ചേർത്തിയിട്ട് സിയോക്കിന് ഇങ്ങനെ ഉപയോഗിക്കുന്ന നിർത്ത്, അവൻ്റെ കയ്യിലുള്ള പൈസ കാരണമല്ലേ നിങ്ങൾ അവനെ കൂട്ടുന്നത്, വെറുതെ ഇങ്ങനെ അവന് യൂസ് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ആ പയ്യന്മാർ നീ എന്തൊക്കെയാണ് പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തെന്നാ, ഞങ്ങൾ എന്ത് വാങ്ങിച്ചാലും അവൻ പൈസ കൊടുക്കാമെന്ന് അവൻ തന്നെ പറയുന്നതാ, അല്ലാതെ ഞങ്ങളായിട്ടൊന്നും ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്.
സിയൂൺ ആ സമയം എന്തായാലും അവനെ ഉപയോഗിക്കുന്നത് നിർത്തിയേക്ക്, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് നടന്നു പോകുന്നുണ്ട്. ആ സമയമാണ് സുഹു അവിടെ നിൽക്കുന്ന കാണിക്കുന്നത്. സുഹു ഓൾറെഡി സിയൂൺ ഇതെല്ലാം പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിയൂൺ വരുമ്പോൾ സുഹു ആണെങ്കിൽ വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാൻറ്റീനിലെത്തി കഴിയുമ്പോൾ സുഹു ആണെങ്കിൽ ഇനി നീ സിയോക്കിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, നീയാണെങ്കിൽ നിനക്ക് പറ്റുന്ന അത്രയും ചെയ്തു കഴിഞ്ഞു, ഇനി നീ അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇടപെടാൻ പോകണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണ് പക്ഷേ എനിക്കൊന്ന് അവനെ കാണുമ്പോൾ അവൻ ഭയങ്കര ഒറ്റപ്പെട്ടിട്ടാണ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്ത് സുഹോയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, എന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആ സമയമാണ് അങ്ങോട്ടേക്ക് സിയോക്കും അവൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സായിട്ടുള്ള പയ്യന്മാരും കൂടിയിട്ട് വരുന്നത്. എല്ലാവരും ഫുഡ് വാങ്ങാനായിട്ട് ലൈനായിട്ട് നിൽക്കുമ്പോൾ ഇവന്മാരെല്ലാവരും കൂടെ ഭയങ്കര ആൾക്കാരെന്നുള്ള രീതിയിൽ ലൈനിലൊന്നും നിൽക്കാതെ നേരെ അങ്ങ് ഫ്രണ്ടിലോട്ട് കയറി പോവാണ്. ഇത് കാണുമ്പോൾ ദേഷ്യം വന്നിട്ട് സുഹമാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഇവിടെ ഒരു ലൈനുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അതിൽ മര്യാദയ്ക്ക് ഒന്ന് കയറി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു പയ്യൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നതും സുഹോ ചെന്ന് അവനിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവനും 2-3 പയ്യന്മാർ മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ സിയോക്കാണെങ്കിൽ നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങുന്നില്ല. അങ്ങനെ സുഹോ ആണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്നിട്ട് ചെന്ന് ലൈനിൽ കയറാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിയോക്ക് ഇല്ലയെന്ന് പറയാണ്. സുഹോ അപ്പോൾ വീണ്ടും ലൈനിൽ കയറാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴും അവൻ ഇല്ലയെന്ന് തന്നെ പറയുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് സുഹോ അവനും ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ആ ദേഷ്യത്തിൽ സിയോക്കും ആ പയ്യന്മാരും കൂടെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോയി കഴിയുമ്പോൾ സിയോക്കാണെങ്കിൽ എനിക്ക് അവനെ കൊല്ലണം, അവനെ കൊല്ലാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതിലൊരു പയ്യൻ ഓയോങ്ങിന് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓയോങ് മറ്റാരുമല്ല, നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ആ ഒരു യോങ്ബിൻ പരിചയപ്പെട്ട പുതിയ ഫ്രണ്ടായിട്ടുള്ള ആ പയ്യനാണ്. ആ പയ്യനൊരു ബോക്സറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഹോനെ കൊല്ലാൻ പറ്റുന്നത് അവനാണെന്ന് ഇപ്പോൾ ആ പയ്യൻ പറഞ്ഞതുകൊണ്ട് തന്നെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും യോങ്ബിനെയും പിന്നെ ഓയോങ്ങിനെയും കൂടെ ആയിട്ട് ചെന്നിട്ട് സിയോക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ജോലി ചെയ്യുന്നതിന്. ആ സമയം 1 മില്യൺ മതിയാവുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് തന്നെ മതി, എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ സാറ്റർഡേ അന്ന് സുഹോയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഓയോങ്ങും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ സമയം യോങ്ബിന്നിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ആ 2 പയ്യന്മാർ, അതായത് ഇപ്പോൾ സിയോക്കിൻ്റെ കൂടെ ഫ്രണ്ട്സായിട്ട് നടക്കുന്ന അവൻ്റെ സ്കൂളിലുള്ള ആ 2 പയ്യന്മാർ, ആ പയ്യന്മാരും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് മുമ്പ് സുഹോയും വോയോങ്ങും തമ്മിൽ ഫൈറ്റ് നടന്നിട്ടുണ്ട്, എന്നാൽ അതിൽ സുഹോ ആണ് ജയിച്ചതെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും സിയോക്കിന് ഡൗട്ടാവാണ് വോയോങ്ങിന് സുഹോയിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലേന്ന്. എന്നാൽ ആ സമയം യോങ്ബിൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, സുഹോ ആണെങ്കിൽ പണ്ടേ ഫൈറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നിർത്തിയല്ലോ, എന്നാൽ ഓയോങ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവനാണെങ്കിൽ ഒരു ബോക്സറും അല്ലേ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ സുഹോയ്ക്കിട്ടൊരു പണി കൊടുക്കാം, അങ്ങനെ അവൻ്റെ കാലോ കൈയോ ഫ്രാക്ചർ ആയിട്ടിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ശനിയാഴ്ചയാണെങ്കിൽ ഓയോങ്ങുമായിട്ട് അവന് നേരെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഐഡിയ എന്തോ സിയോക്ക് അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ അവൻ്റെ പ്ലാൻ അനുസരിച്ച് നൈറ്റ് ആകുമ്പോഴത്തേക്കും സുഹോ അവൻ്റെ ഫുഡ് ഡെലിവറി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൻ ഒരു സ്ഥലത്ത് ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് വണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ 2 പയ്യന്മാർ വന്നിട്ട് സിയോക്ക് പറഞ്ഞതനുസരിച്ച് ബ്രേക്കിൻ്റെ വള്ളി കട്ട് ചെയ്തങ്ങ് വിടാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ സുഹോ തിരിച്ചു വന്നിട്ട് വണ്ടി എടുത്ത് അങ്ങ് ഓട്ടിച്ച് പോകുന്നുണ്ട്. സിയോക്കും ആ 2 പയ്യന്മാരെല്ലാവരും സൈഡിലുള്ള നടക്കുന്ന ആ ഒരു വഴി കൂടെ തന്നെ നടന്ന് ഇവനാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുന്നത് കാണാനായിട്ട് നിൽക്കുന്നുണ്ട്. വിചാരിച്ച പോലെ തന്നെ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്തെത്തുന്ന സമയത്തായിട്ട് ഇവൻ്റെ വണ്ടി അങ്ങ് സ്കിഡാവുകയാണ്. ഇവൻ വന്ന് വീഴുന്നുണ്ട്. അവിടെ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ അവനെ വന്ന് എണീപ്പിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയം സീരിയസ് ആയിട്ട് എന്തോ പറ്റിയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും സിയോക്ക് അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരെല്ലാവരും കൂടെ അവിടെ നിന്ന് സ്പീഡിന് നടന്നു പോവാണ്. സിയോക്കിനെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് സുഹോ വരാനായിട്ട് ലേറ്റ് ആവുന്നുണ്ട്. ക്ലാസ്സിലാവൻ വരുമ്പോഴത്തേക്കും അവൻ്റെ കാലിന് എന്തോ പ്രശ്നമുണ്ടെന്ന് സിയോണിന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ സുഹോ അവൻ്റെ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് സിയോക്കാണെങ്കിൽ അവനെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ നിന്ന് തന്നെ സുഹോയ്ക്ക് കഴിഞ്ഞ ദിവസം തനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരനായ ആളാരാണെന്ന് ഒരുവിധം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും സിയോൺ സുഹോയുടെ അടുത്ത് വന്നിട്ട് നിൻ്റെ കാലിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ അതുവഴിയായിട്ട് സിയോക്ക് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ സുഹോ സിയോക്കിനെ വിളിച്ചിട്ട് എന്നെ നോക്കുന്നത് നിർത്ത്, നിന്നെ കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി ആവുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോക്കാണെങ്കിൽ മറുപടി എന്ന് പറയാതെ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം സിയോൺ കാര്യമൊന്നും മനസ്സിലാത്തതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് എന്നെ ചോദിക്കുമ്പോഴത്തേക്കും സുഹോ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സിയോക്കും അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പയ്യന്മാരും കൂടെ ആയിട്ട് കോറിഡോർ വഴി നടന്നു പോകുന്ന സമയത്ത് സുഹോയ്ക്ക് നമ്മളാണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായെങ്കിൽ അവൻ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാക്കും, മനസ്സിലാക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. അതിനുശേഷം 1-2 ദിവസം കഴിയുന്നുണ്ട്. സുഹോയുടെ ബർത്ത്ഡേ ദിവസമാവാണ്. യോങ്കിയും സിയോണും കൂടെ ആയിട്ട് സുഹോയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് റൂമൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഫുൾ സെറ്റപ്പ് ഇങ്ങനെ ആക്കുന്നുണ്ട്. ആ സമയം സുഹോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അവൻ മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓയോങ്ങിനെയും കാണിക്കുന്നുണ്ട്. അവനിപ്പോൾ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ യോങ്ബിനും സിയോക്കും എല്ലാവരും ഉണ്ട്. കാരണം അങ്ങോട്ടേക്ക് സുഹോനെ വിളിച്ച് കരുതിയിട്ട് അടിച്ച് അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാനാണ് ഇവന്മാരുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ സിയോക്ക് അവിടെ ഇരുന്നുണ്ട് സുഹോനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സുഹോ കോൾ എടുക്കുന്നില്ല. അങ്ങനെ യോങ്ബിൻ ഒരുപക്ഷെ അവൻ തന്നെ ബ്ലോക്ക് ചെയ്ത് കാണുമെന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും സിയൂണിനെയൊക്കെ തന്നെ കാണിക്കുമ്പോൾ സിയൂണും യോങ്കിയും ഇപ്പോഴും
സുഹ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം യോങ്കിക്ക് സിയോക്ക് മെസ്സേജ് അയച്ചിട്ട് നീ ഇപ്പോൾ അവരുടെ ആ ബർത്ത്ഡേ പാർട്ടിയുള്ള സ്ഥലത്താണോ? ഞാനാണെങ്കിൽ തൊട്ടടുത്തുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ മീറ്റ് ചെയ്യുന്ന കാര്യം നീ ആണെങ്കിൽ സിയോനോടും സുഹയോടും പറയണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഇവൻ എന്തിനാ മെസ്സേജ് അയച്ചെന്നൊരു ഡൗട്ട് തോന്നിയിട്ട് അവളാണെങ്കിൽ സിയോനോട് നീയും സിയോക്കൊക്കെ തമ്മിലുള്ള കണക്ഷൻ നേരത്തെ വിട്ടയല്ലേ, നീയും സുഹോയും ഇപ്പോൾ സിയോക്കിനോട് സംസാരിക്കാറില്ലല്ലോ എന്നിങ്ങനെ ഒന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇല്ല, ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് അവനെക്കുറിച്ച് ചോദിച്ചത് എന്നിങ്ങനെ സിയോൺ ചോദിക്കുന്നുണ്ട്. എന്നാൽ സിയോക്ക് മെസ്സേജ് അയച്ചപ്പോൾ എന്നെ ഒന്ന് മീറ്റ് ചെയ്യാവോ, ഇക്കാര്യം സിയൂനോടും സുഹയോടും പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാണ്, ഞാനൊന്ന് കടയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അവളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ താഴെ തന്നെയുള്ളൊരു കടയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ സിയോക്ക് അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അന്ന് അവൻ്റെ കോള് അവൾ അറ്റൻഡ് ചെയ്തതിന് അവനോട് സോറി പറഞ്ഞിട്ട് അന്ന് ആ ഒരു കാര്യം കൊണ്ടല്ലേ നിങ്ങളൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടായത്, നീയാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്ക് ആ പ്രശ്നമെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോക്ക് ഞാനെന്തിനാ അവന്മാരുടെ അടുത്തൊക്കെ മിണ്ടാൻ പോകുന്നത്, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്കൊന്ന് ദേഷ്യം വരുന്നുണ്ട്. അവളങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അപ്പുറത്തെ സീറ്റിലായിട്ട് യോങ്ബിനും അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറേ പയ്യന്മാർ ഇരിക്കുന്ന കാണുന്നത്. അപ്പം തന്നെ അവൾക്ക് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സിയൂണിനെ കാണിക്കുമ്പോൾ സുഹു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ യോങ്കിനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇവർ രണ്ടൊരു ഗെയിം കളിക്കുവാണ്. ആ സമയം അവൾ ഇത്രയും നേരമായിട്ട് വരാത്തതുകൊണ്ട് തന്നെ സുഹു ആണെങ്കിൽ ഇവിടുത്തെ എവിടെയാണ്, എന്താ ഇത്ര ലേറ്റായിട്ട് വരുന്നത്, എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സിയൂണിപ്പോൾ എനിക്കും വിശക്കുന്നു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവൾ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം, നമുക്കിപ്പോൾ ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സുഹു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ ഫുഡ് എടുത്ത് വെക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം സിയൂണ് യോങ്കീനെ ഒന്ന് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, എന്നാൽ കോൾ എടുക്കുന്നില്ല. അതേ ടൈമിന് സുഹു ഫുഡ് എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അവൻ്റെ ഫോൺ അവിടെ ടേബിളിലുണ്ടായിരുന്നു. അതിലേക്കൊരു മെസ്സേജ് വരാണ്. സുഹു അത് കണ്ടില്ല. എന്നാൽ സിയൂൺ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ സിയോക്കായിരുന്നു മെസ്സേജ് അയച്ചത്. അങ്ങനെ അവൻ ആ ചാറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സിയോക്കാണെങ്കിൽ എൻ്റെ കോൾ മര്യാദയ്ക്ക് എടുക്ക്, വെറുതെ ഇങ്ങനെ കോൾ എടുക്കാതെ കട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് യോങ്കിയുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് എന്നെ കാണാനായിട്ട് പെട്ടെന്ന് വാ, നിനക്ക് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവനിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ സുഹോയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആണാവൻ നിൽക്കുന്നതെന്ന് സിയൂണിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുഹോ കാണാതെ ഞാൻ നിന്നെ കാണാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു റിപ്ലൈ അങ്ങോട്ടേക്ക് അയച്ചിട്ട് സുഹോയുടെ ഫോണിൽ നിന്ന് ആ ഒരു മെസ്സേജും ഫോട്ടോയും എല്ലാം തന്നെ ഇവൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സുഹോയുടെ അടുത്ത് പറഞ്ഞാൽ പോകാൻ നിൽക്കുകയാണ്. സുഹ അപ്പോൾ എവിടെ പോവാ, ഒരു 5 മിനിറ്റ് തിരിച്ച് വരണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സിയൂൺ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം സുഹ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ പുറകെ പോകാൻ നിൽക്കുന്നില്ല. എങ്ങോട്ടേക്കാണ് ഇവൻ പോകുന്നതെന്നും സുഹയ്ക്ക് മനസ്സിലാവുന്നതുമില്ല. അടുത്ത് സിയോക്കിനെ കാണിക്കുമ്പോൾ അവന്മാരാണെങ്കിൽ ഒരു പഴയ ബിൽഡിങ് ഷോപ്പിംഗ് മോൾ എന്താണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് യോങ്കിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവന്മാരെല്ലാവരും സുഹ വരുന്നതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതേസമയം യോങ്കിയുടെ അടുത്ത് സിയോക്ക് സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ തിരിച്ച് നല്ല മറുപടി പറയുന്നുണ്ട്. ആ സമയം സിയൂൺ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സിയൂൺ ഇവന്മാരെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പേ ആ ഒരു ബിൽഡിങ്ങൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അതായത് അവിടെ ഫൈറ്റ് ചെയ്യാൻ കണക്കിനുള്ള സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ട്, ഓടാനുള്ള വഴി ഏതൊക്കെയാണ്, കാരണം അറിയാം അവിടെ അടിയാണ് നടക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ എല്ലാം നോക്കി വെച്ചിട്ട് കയ്യിലൊരു സ്പാനറും എടുത്തുകൊണ്ട് ഇവനാണെങ്കിൽ അവന്മാരെ മുന്നിലേക്ക് ചെല്ലാണ്. സുഹോനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവനെ കാണുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഓരോന്നും സുഹോനെ അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ സിയൂണിനെ കണ്ടതുകൊണ്ട് തന്നെ സിയോക്കിനോട് സുഹോ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം യോങ്ബിൻ സ്കൂൾ മാറാൻ കാരണക്കാരനായത് സിയോൺ ആയതുകൊണ്ട് തന്നെ യോങ്ബിന് സിയൂണിനോടൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കാണുമ്പോൾ അവനെങ്കിൽ അവൻ തന്നെ എന്ന് കരുതിയിട്ട് യോങ്ബിനും അവൻ ഫ്രണ്ട്സും കൂടെ ആയിട്ട് സിയൂണിനെ അടിക്കാനായിട്ട് പുറകെ പോകുന്നുണ്ട്. ഈ സമയം സിയൂൺ പെട്ടെന്ന് യോങ്കിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ അവളെ ആണെങ്കിൽ അവൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയം അവൻ മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. യോങ്കി അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ആരെയോ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം സിയൂൺ ഓമർ ഫൈറ്റ് ചെയ്തിട്ട് ആ ബിൽഡിങ്ങിൽ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അവനാണെങ്കിൽ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് എല്ലാവരും അടിച്ചിടാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് അങ്ങോട്ട് വോയോങ് വരുന്നത്. വോയോങ് ഒരു ബോക്സർ ആയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ സിയൂണിനെ അടിക്കുന്നുണ്ട്. സിയൂണിനെ തടയാൻ പറ്റുന്നില്ല. അങ്ങനെ സിയൂണാണെങ്കിൽ ലാസ്റ്റ് തളർന്ന് വീഴുന്ന സമയത്ത് യോങ്ബിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനൊരു കമ്പി ഇട്ട് അടിക്കാനായിട്ട് പോവാണ്. എന്നാൽ സിയോക്ക് വേണ്ട, അവനെ അടിക്കണ്ട, എനിക്ക് സുഹോനെ മാത്രം അടിച്ചാൽ മതി, ഇവനൊന്നും ചെയ്യണ്ട, ഇവൻ അതിൻ്റെ അകത്ത് ഒരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം യോങ്ബിൻ സിയോക്കിൻ്റെ അടുത്ത് വന്നിട്ട് അതിനിപ്പോൾ എന്താ, നിനക്കവൻ അടിക്കാൻ താല്പര്യം കാണത്തില്ലായിരിക്കും, പക്ഷേ എനിക്കിട്ട് പിന്നെ അവൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് എഴുതിയിട്ടാണ് നീ തടയുന്നതെങ്കിൽ ഞങ്ങളൊക്കെ പിന്നെ നിൻ്റെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അതിന് സിയോക്കിൻ്റെ മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും യോങ്ബിൻ സിയൂണിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ അടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം സിയോക്ക് തടയാതെ അവിടെ നിന്ന് നടന്നു പോവാണ്. ആ സമയം വോയോങ് സിയോക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് സുഹോനെ മറ്റൊരു ദിവസം അടിക്കാം, പിന്നെ ഇന്നത്തേക്കുള്ള പൈസ നീ എനിക്ക് അയച്ചു തന്നേക്കെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നടന്നു പോകുന്നുണ്ട്. സിയോക്കിനും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാൻ നിൽക്കുകയാണ്. ഇതേസമയം യോങ്ബിനും അവൻ്റെ
ഫ്രണ്ട്സും കൂടെ ആയിട്ട് സിയൂണിനെ നല്ലതൊരു അടിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നീ ജയിച്ചു എന്നാണ് നിൻ്റെ വിചാരം, ഒരിക്കലുമില്ല, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല എന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സുഹോയിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഇവരെ വെയിറ്റ് ചെയ്തിരുന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തും ഇവരാരും വന്നിട്ടില്ല. ഇതേസമയം സിയൂണിനെ കാണിക്കുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു. സിയൂണ് അവിടെ എഴുന്നേൽക്കാൻ പറ്റാത്ത നിലയിൽ അവിടെ തന്നെ കിടക്കാണ്. അങ്ങനെ അത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീട്ടിൽ ബൈ.